കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. IBC ക്രൈസ്റ്റ് രംഗബോത്ത് വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന യേശു എന്നെ തൊട്ടു എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ പ്രോഗ്രാം അനേകം ആശ്വാസമായി വിടുതലായി എന്നറിയാൻ ദൈവം സഹായിച്ചു. ഇന്ന് ഒരു പുതിയ കുടുംബമായി ഞങ്ങൾ നിങ്ങളോടൊപ്പമായിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ പ്രാർത്ഥന വിഷയമായി ഞങ്ങൾ ക്ഷണിക്കുന്നു. പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. യേശു എന്നെ തൊട്ടു എന്ന പ്രോഗ്രാം ഇപ്പോൾ ആരംഭിക്കുന്നു. എല്ലാ ദൈവങ്ങളെയും മാനിക്കുവാനാണ് ആദ്യോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യമുണ്ട്. ഞങ്ങളെ നിറയ്ക്കുവാനാണ് എല്ലാ സ്തോത്രങ്ങളും വർദ്ധിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കേൾക്കുവാനാണ് പിതാവേ. ആമേൻ. പാട്ടുകളെ പാടി ദൈവത്തെ ആരാധിക്കുന്നു. Oh,
പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചകാലം നമ്മൾ അനുഗ്രഹമായ നല്ല അനുഭവസാക്ഷി കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഇപ്പോൾ നാം മറ്റൊരു അനുഭവസാക്ഷി, പുതിയ അനുഭവസാക്ഷി നാം കേൾക്കാൻ പോവുകയാണ്. ഇത് നമ്മോടൊപ്പം ഒരു പുതിയ കുടുംബം വന്നുചേരുന്നു. നമുക്ക് അവിടെ പരിചയപ്പെടാം. കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷികളെ നമുക്ക് ശ്രമിക്കാം. യേശു എന്നെ തൊട്ടു എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വ്യക്തിപരമായ ഒരു പരിചയപ്പെടുത്താമോ? പേര്, കുടുംബം, എവിടെ താമസിക്കുന്നു, മക്കളെ എന്താണ്? എന്റെ പേര് ഉജ്ജ്വൽ. എന്റെ ഭാര്യ ഷീബ. ഒരു മകനുണ്ട്, അവൻ യുകെയിലായിരിക്കുന്നു. മകൾ നേഴ്സിംഗ് പൂർത്തിയാക്കി ഇപ്പോൾ തിരിച്ചുമോള് ഞങ്ങളോടൊപ്പം ഇരിക്കുന്നു. ഞങ്ങളുടെ വീട്ടുപേര് തലത്തിൽ നിന്നാണ്. തലവഴി ഞങ്ങൾ താമസിക്കുന്നു. ഞങ്ങൾ IPC രഘുബോധ് വർഷിപ്പ് സെന്ററിൽ ആരാധനയിൽ ദിനപ്രതി കടന്നു വന്ന് സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളൊക്കെ ആദ്യ കാലങ്ങളിൽ ഞങ്ങൾ മർത്തോണാസിലായിരുന്നു. അവിടുന്ന് 2003 സെപ്റ്റംബർ 3 ഞാൻ രക്ഷിക്കപ്പെട്ടു. സെപ്റ്റംബർ 3 മുമ്പുള്ള കാര്യങ്ങൾ നോക്കിയാൽ വളരെ മോശമായ അവസ്ഥയിലൂടെയായിരുന്നു ഞാൻ ജീവിച്ചത്. ഒരു തികഞ്ഞ മദ്യപാനിയുടെ ഭവനം എങ്ങനെയായിരിക്കും പ്രത്യേകിച്ച് ആരോടും പറയുന്ന കാര്യമില്ല, എല്ലാവർക്കൊക്കെ അറിയാം. എങ്കിലും എന്റെ അനുഭവം അങ്ങനെയായിരുന്നു, കുറച്ചുകൂടെ മോശമായ അവസ്ഥയിലാണ്. എല്ലാ രീതിയിലും ദൂഷിക്കപ്പെട്ട ഒരു ജീവിതം തന്നെ വേണമെങ്കിൽ പറയാം. കുടുംബത്തിനും വീട്ടുകാർക്ക് നാട്ടുകാർക്കും ഒക്കെ ഒരു ഭാരമായ ഒരു വ്യക്തി. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന എല്ലാവരും തള്ളപ്പെട്ടവരായിട്ട് ഇങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് വ്യക്തിപരമായ എന്തെങ്കിലും ദൈവിക ശബ്ദങ്ങൾ, ദൈവിക സാന്നിധ്യങ്ങളൊക്കെ അനുഭവിച്ചറിയാൻ കർത്താവിനെ കണ്ടുകൊണ്ടിരുന്നതിന് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ദൈവിക ശബ്ദങ്ങളൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. അതേസമയം 2003 സെപ്റ്റംബർ 3 ഞങ്ങൾ ആത്മഹത്യയുടെ വക്കൽ നിൽക്കുമ്പോഴാണ് കർത്താവിനെ തൊട്ടത്. അപ്പോൾ അന്ന് 2003 സെപ്റ്റംബർ 3 ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ഓണമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഓണം ഉത്സവം ആചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രതിപുസ്തകം അതിലേക്ക് പോലും മറ്റുള്ള ഭാഗത്തുള്ള ആൾക്കാർക്ക് അതൊരു ഉത്സവ കാലമാണ്. ആ ദിവസം തന്നെ എന്റെ ജീവിതത്തിൽ ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഞാൻ. ദൈവം ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ 3 മണിയാകുമ്പോഴേക്കും ഞാൻ പറയുന്നു. രാവിലെ തന്നെ പോയി മദ്യപിക്കുന്ന ശീലം ഉണ്ടായിരുന്നതുകൊണ്ട് രാവിലെ ശീലിക്കുന്നവരെ ഞങ്ങൾ നല്ല അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളുടെ വീടിന് കുറച്ച് ദൂരമായിട്ടാണ് ഷാപ്പ്. അവിടെ ചെന്നാൽ രാവിലെ പൈസ ഉണ്ടെങ്കിൽ തികഞ്ഞ മദ്യപാനി, സ്ഥിര മദ്യപാനിയായവർക്ക് കടവണയിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇനി എല്ലാവരും തള്ളപ്പെട്ട ഈ ഒരു ജീവിതം ഇനി ജീവിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ എണീക്കും. ഞാനാണ് എല്ലാ ദിവസവും ഞങ്ങളുടെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. നാളെ രാവിലെ ജീവിതം ചെയ്യണം ക്രമീകരണം ചെയ്താണ് തുടങ്ങിയത്. എന്തായാലും രാവിലെ 3 മണിയാവും അങ്ങനെ, അത് ഉറപ്പാണ്. പക്ഷെ അന്നേ ദിവസം അങ്ങനെ ദൈവം അനുവദിച്ചില്ല എന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഭൂമി സ്വന്തമായിരിക്കും. ദൈവം വലിയൊരു ദൈവത്തിൽ നിന്ന് വിളിപ്പിച്ച് കർത്താവിന്റെ സ്നേഹത്തെ അറിയുവാൻ കാര്യം വിദ്യത് തന്നെ വളരെ അഗ്രഹമാണ്. അന്നേ ദിവസം വേറെ പ്രത്യേകത ഉണ്ടായിരുന്നത് അന്ന് അടുത്ത അവിടെ ആദ്യം കൂടിക്കൊണ്ടൊരു ചർച്ച അവിടുത്തെ ഒരു ദേവദാസൻ ഈ ഓണത്തിന് അന്ന് രാവിലെ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു. സാധാരണ എന്റെ കൂടിയ കാര്യം കടന്നല്ലായിരുന്നു. ഞാൻ അവരോട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിലായതുകൊണ്ട് അങ്ങനെ ചിരിച്ചു കളിച്ച ജീവിതമാണ്. പ്രത്യേകിച്ച് മദ്യപിച്ച് കഴിഞ്ഞാൽ ക്രൂരനായി വരും. പലപ്പോഴെങ്കിൽ അതിന്റെ പലത്തിൽ ഞാൻ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ദേവദാസൻ എന്ന പാട്ടിലേക്ക് കടന്നു. അതിശയമായിട്ട് എന്റെ മുറിയിലേക്ക് കടന്നു. കടന്നു വെച്ചാൽ എന്നെ പറ്റി വളരെ നയമായിരിക്കുന്നല്ലോ. ഇന്ന് എല്ലാവരും ഉത്സവമായിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു ദുഃഖത്തോടെ ഇരിക്കുന്നത് എന്നെ ദുഃഖകാരണം എന്ന് അന്വേഷിച്ചു. ദേവദാസൻ എന്റെ അടുത്ത് വന്നപ്പോൾ മനസ്സിലെങ്കിലും സാധാരണ പറഞ്ഞ എന്തോ ഒരു തണുപ്പ് പോലെ അനുഭവപ്പെട്ടു. ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിയാതെ ആയിരിക്കാം എന്തോ അറിഞ്ഞാണോ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് നല്ല തെറ്റില്ല. പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ദേവദാസൻ
പാസ്റ്റർ സീനിയർ പാസ്റ്റർ ഈ സജി പാസ്റ്റർ കൂടെ സജി പാസ്റ്റർ പാസ്റ്റർ ഇവർ രണ്ടും കൂടെ ഒരു അരമണിക്കൂറിനുള്ളിൽ കൈകൾ ഞങ്ങളുടെ വീട്ടിലെത്തി ഞാനുമായിട്ട് വളരെ നേരം സംസാരിക്കും. എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ ചെറിയ പുറത്തെടുത്തു, എന്നോട് സംസാരിക്കും. ആ സമയത്ത് കുടുംബത്തെയൊക്കെ വിട്ടിട്ടാണ് ഞാൻ ഇതിനായിട്ട് വരുന്നത്. അന്ന് മകൻ മാത്രമേ ഉള്ളൂ, മോനില്ല. മോനെന്ന് 1 വയസ്സുള്ള സമയം. ഇപ്പോൾ മോൻ 23 വയസ്സ് പറഞ്ഞിട്ട് പഠനം പൂർത്തിയായിട്ട് യുകെയിലായിരുന്നു. പഠനത്തോട് ബന്ധത്തിലാണ് യുകെയിൽ പോയിരിക്കുന്നത്. പഠനം പൂർത്തിയായി അങ്ങനെ ആയിരുന്നു. അന്ന് 1 വയസ്സുള്ള മകൻ ഉപേക്ഷിച്ചിട്ട് ലീവ് അവസാനിപ്പിക്കാൻ ഒരു വ്യക്തിയാണ്. അന്ന് 10 ദിവസം ഞങ്ങൾ കൃത്യമായി സംസാരിച്ചു. അടുത്ത ദിവസം പ്രാർത്ഥനയ്ക്ക് വരാനായിട്ട് എന്നെ ക്ഷണിച്ചു. ഞാൻ ക്ഷണം സ്വീകരിച്ചു. പിറ്റേ ദിവസം 10 ദിവസം ഞങ്ങൾ കാണുന്നത് എന്നെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥനയോടെ പോയി. അതിന്റെ അടുത്ത ദിവസം സഭയിൽ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ 21 ദിവസം ദിവസത്തിലേക്ക് അവസരം കിട്ടി. എല്ലാത്തിനെയൊക്കെ നീക്കി കളയാൻ ദൈവം ആ സമയം തന്നെ സഹായിച്ചു. അഭിഷേകം നടത്താൻ ദൈവകൃപയിൽ ഇരുന്നുകൊണ്ട് എന്റെ ശരീരത്തിൽ എന്തോ ഒരു ദുശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അത് അന്നത്തെ രാത്രിയിൽ ആരാധനയിൽ ആ ശക്തി എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് ദൈവകൃപ. അതിനുശേഷം 27 സെപ്റ്റംബർ കർത്താവിനെ സാക്ഷിക്കാൻ ദൈവം എനിക്ക് അവസരം. അങ്ങോട്ട് ഇന്നുവരെ 100% ഒരു എന്താ പറയാ 100% ദൈവത്തിന്റെ വ്യക്തനായി അല്ലെങ്കിൽ വിശ്വസ്തനായി ആണോ ജീവിക്കുന്നു ചോദിച്ചാൽ 100% പറയാൻ പാടില്ല. ഒരുപാട് വിഷയമുണ്ട്. എങ്കിലും ഒരു 40% ദൈവത്തോട് വേണ്ടി പുറത്തുപോകുന്നതാണ് എന്റെ വിശ്വാസം. ഒരു കാര്യം ഉറപ്പായിട്ട് സെപ്റ്റംബർ 3 ശേഷം ഇന്നുവരെ മധ്യതയിൽ ഒരു അംശമോ അല്ലെങ്കിൽ അങ്ങനെ ലഹരി കൊള്ളുന്ന ഒരു യാതൊരു വസ്തുക്കളും എന്റെ ജീവിതത്തിൽ എത്താൻ ദൈവവഴിയായി. അതിന് തീർച്ചയായിട്ടും ഉറങ്ങിയപ്പോൾ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാനിത് ഉപേക്ഷിച്ച സമയത്ത് എനിക്ക് വേർതിരിവൊരവസരം അതൊക്കെ ദൈവമായി പൂർണ്ണമായി ഒരു ദിവ്യ സമാധാനം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു ദിവ്യ സമാധാനം എന്റെ ഉള്ളത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. ആ സമാധാനം ഇന്നും ഞാൻ അനുഭവിക്കുന്നു. എന്റെ കുടുംബത്തിൽ എന്റെ നല്ല പ്രകടമായ മാറ്റം ജീവിതത്തിൽ കാണാൻ സാധിക്കും. അത് എന്റെ ഭാഗത്തിൽ വരുന്നവർക്ക് വേറെ പ്രത്യേകിച്ച് വലിയ ജോലികളൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. സാധാരണ ജോലി പഠിക്കാൻ ചെയ്യുന്ന വരുമാനങ്ങളൊക്കെ കൊണ്ടുവരും. പക്ഷെ അതിനൊക്കെ നീക്കിയിട്ടുണ്ടാക്കി കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യുക, ഒരു നല്ല ഭവനം നോക്കാൻ, അനുഗ്രഹിക്കപ്പെട്ട മറ്റുള്ളവർ നിയമിക്കാത്ത വിദ്യാഭ്യാസക്കാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ആ സമാധാനം എന്നെ ഉള്ളത്. എന്റെ കുടുംബവും എന്നോടൊപ്പം ആ സന്തോഷത്തിൽ പങ്കുചേരുന്നത് ദിനംപ്രതി കണ്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. യേശു കൊടുത്തു എന്നുള്ള വാക്കിന് അത് 100% ആത്മാർത്ഥതയോടെ പറയാൻ ഇന്നും ആ സമാധാനം എന്നെ ഉള്ളത്. യേശു തൊട്ടതുകൊണ്ട് വളരെ മാറ്റമുണ്ട്. അപ്പം അച്ഛന്റെ മാതാപിതാക്കൾ അച്ഛനെ വേണ്ടി കാര്യമായിരുന്നു. എന്റെ മാതാവ് തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്തെയാണ് വളരെ നല്ല രാത്രിയുടെ യാമങ്ങളിലൂടെ വളരെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അമ്മ എന്നും എന്നെ കൊടുത്ത് കരഞ്ഞിട്ട് റോഡിൽ ഒരു ശബ്ദം ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ജംഗ്ഷൻ. അവിടെ ഒരു ബഹളം കേൾക്കുന്നുണ്ട്. ഞാൻ തീർച്ചയായും എന്റെ മകൻ ഉറപ്പായിട്ടും അതിന്റെ കാര്യത്തിലുണ്ടാവും എന്ന് അമ്മയ്ക്ക് ഓർമ്മ. അമ്മ ആദ്യം ശ്രദ്ധിക്കുന്ന നമ്മോട് ഈ വരട്ടിയിരിക്കുന്നതോട് പറഞ്ഞു. അതേസമയം ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്റെ ആത്മസ്വസ്ഥമായിട്ട് ഉറങ്ങുന്നത് അതിനുശേഷമാണ് ഞാൻ അമ്മയുടെ ഒരു പ്രാർത്ഥനയാണ് തീർച്ചയായിട്ടും എന്നെ ഈ ഉലകത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നതാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മനസ്സിൽ കർത്താവ് കേട്ടു. ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുന്ന അമ്മയുടെ കാര്യത്തിൽ സ്വർഗം കണ്ണുനീരിനെ മറയ്ക്കാത്തവനാണ് സ്വർഗം. അത് തൊഴിൽ ക്ലാസ്സിൽ വെച്ച് തീർച്ചയായിട്ടും അതിന് തക്കതായ പല ദൈവം എന്റെ അമ്മയുടെ കണ്ണീരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ ചർച്ചിൽ വന്ന ശേഷം അച്ഛനും കുടുംബത്തിനുണ്ടാകുന്ന ആത്മീയ അനുഭവം, അതായത് പാട്ടിലും ആരാധനയിലും ശുശ്രൂഷയിലും എങ്ങനെയാണ് അത് സന്തോഷപ്പെടുത്തുകയാണ്. ഈ ചർച്ചയിൽ വരുന്ന സമയത്ത് സത്യത്തിൽ പൊതുവിൽ ഒന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയില്ല. ആദ്യ ദിവസങ്ങളൊക്കെ ചർച്ചയിൽ വളരെ കുറച്ച് പേരുമായിട്ടാണ് ഞങ്ങൾ ആരാധന പറയുന്നത്. അന്ന് പാസ്റ്ററിനോട് പ്രാർത്ഥിക്കാൻ ഞാൻ പുറമോട്ട് പാസ്റ്റർ പക്ഷെ ഇപ്പൊ എന്നോട് പ്രത്യേകിച്ച്
ഒരു ഭാഷയെങ്കിലും പ്രാർത്ഥിക്കണമെന്നുള്ള മനോഭാവത്തോടാണ് ഞാൻ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു വസീകരണമെന്നുള്ള ഓരോ ഉറപ്പും ധൈര്യവും എന്നുള്ളത് ഉണ്ട്. പ്രാർത്ഥിക്കാതിരുന്ന ഒരാളെ പ്രാർത്ഥിപ്പിക്കുന്ന ദൈവം ഇവിടെ വന്നു. തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഒരുപാട് മാറ്റം ഉണ്ടായി. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തികൾ നല്ല പ്രകടമായിട്ട് കാണാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ചർച്ചിൽ ആരംഭിക്കുന്ന സമയത്താണ് എന്റെ മകളെ നേഴ്സിംഗ് ഉണ്ട് ബാംഗ്ലൂരിൽ കുറിച്ചായിരുന്നു. അവൾ ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ വളരെ ബുദ്ധിമുട്ട് രോഗത്തിലായിട്ട് പ്രയാസത്തിലാണ്. വളരെ ബുദ്ധിമുട്ട് എന്നും വിളിച്ചാലും എല്ലാവരെയും എനിക്കൊന്ന് നിൽക്കാൻ കഴിയില്ല, തിരിച്ചു പോകണം. ശത്രു നല്ല രീതിയിൽ അവളെ തകർക്കാനായിട്ട് ശ്രമിക്കും. അത് അവളെ തകർച്ചയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ചയാണ്. പക്ഷെ ദൈവം അതിൽ നിന്നൊക്കെ അവരെ വിളിച്ചു. പല പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് കാലയിൽ പോയി കാസർഗോഡ് പോയി, ഞങ്ങൾ കാലയിൽ പോയി ബാംഗ്ലൂരിൽ നിന്ന് അവരെ രോഗാവസ്ഥയെ കൊണ്ടുവന്നവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടവരുണ്ട്. പഠനം പൂർത്തീകരിക്കില്ല എന്ന് ശത്രു ബാധിച്ച നിമിഷമാണ്. ദൈവം അത്ഭുതകരമായി അവളെ പഠനം പൂർത്തീകരിക്കാൻ വളരെ ശോഷിച്ച ആരോഗ്യം വളരെ മോശമായ അവസ്ഥയായിരുന്നു. ഇപ്പം പ്രകടമായിട്ട് അവിടെ മുന്നിലിരിപ്പുണ്ട്. ആരോഗ്യകൊണ്ട് ദൈവം മുന്നിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രകടമായ സന്തോഷമാണ്. അതുപോലെ മകൻ UK പ്രദേശത്താണ്, വിദ്യാഭ്യാസത്തിനായി പോയതാണ്. അവളിപ്പോൾ അനുഭവിക്കാനുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കും. അതും ഈ ചർച്ച വന്നതിന് ശേഷമാണ് ദൈവത്തിലെ ഇവിടെ കൂടെ പഠിക്കുന്ന നിങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ ആരാധനയിൽ പങ്കെടുത്തോളും ദൈവത്തിന്റെ ആ അത്ഭുതങ്ങളും എന്താ പറയുക ദൈവത്തിന്റെ രൂപമാകുവാൻ കഴിയുന്നതുകൊണ്ടാണ് അവരെ UK ഇവിടെ പഠിക്കാൻ ദൈവം അത് തീർച്ചയായും ദൈവത്തിന്റെ കാര്യങ്ങൾ മാത്രം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. മോൾക്ക് ഉണ്ടായ ആത്മീയ അനുഭവം ഒരുപാട് യുവകന്മാർ ഇത് കാണുന്നുണ്ട്. അപ്പം അവരോട് മോൾക്ക് എന്താണ് പറയുവാനുള്ളത്? ഈ ചർച്ചയിൽ വന്ന ശേഷം ആത്മീയ അനുഭവങ്ങൾ പിന്നെ ഏതെങ്കിലും പ്രവർത്തനത്തിൽ ഇവിടെ നന്നായാകുന്നുണ്ടോ? യൂത്തിന്റെ പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങൾ? തീർച്ചയായും എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം ഈ ചർച്ചയിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ശാരീരികമായി പപ്പ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരാളാണ്. പാസ്റ്ററാണെങ്കിലും കുടുംബം വിശ്വാസികളും എല്ലാവരും ഒന്നാണെന്ന് എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടപ്പോൾ അവരുടെ പ്രാർത്ഥന ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. ഒരു ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കുന്നുണ്ടെങ്കിലും ജനിച്ച നാൾ മുതൽ ഇതുവരെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപ മാത്രമാണ്. പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോൾ ഒരുപാട് സാഹചര്യങ്ങളിൽ ദൈവത്തെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ അതിനോട് സൂചിക്കുന്നു. ഇവിടുത്തെ ഓരോ യൂത്ത് മീറ്റിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ദൈവം എന്നെ പങ്കാളിയാക്കിയിട്ടുണ്ട്. ഒരുപാട് ഇതിനെ പ്രസംഗിക്കാനാണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും കുഞ്ഞുങ്ങളെ എല്ലാ കാര്യത്തിലും എനിക്ക് കൂടെ ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ അവസരം ഇവിടെ ഉണ്ട്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു യൂത്ത് മീറ്റിംഗ് ആണ് ഈ ചർച്ചയുള്ളത്. അത് ഏറ്റവും അനുഗ്രഹമാണ് ഓരോ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ. ദൈവം സഹായിക്കുമാറാകട്ടെ. ദൈവമുള്ളവരെ, നമ്മളെല്ലാവരും ഈ ഇടപെട്ട സാക്ഷ്യം കേട്ടല്ലോ. ഒരുപാട് സാക്ഷ്യങ്ങൾ നാം കേട്ടവരാണ്. വീണ്ടും നമ്മൾ ഈ സാക്ഷ്യങ്ങൾക്കും എല്ലാവർക്കും അതിന് അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. വീണ്ടും ഈ കുടുംബത്തെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയുടെ ശക്തിയോടെ മുമ്പോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുവാൻ ദൈവം പുതിയൊരു അനുഭവ സാക്ഷ്യവുമായി നമുക്ക് കണ്ടുമുട്ടുവാൻ വലിയതാവുന്ന കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. മഹാപരിശുദ്ധനാകുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമായ സമയത്തിനായിട്ട് നന്ദി. ഈ പ്രോഗ്രാം ഇത്രത്തോളം നയിക്കുവാൻ ദൈവം സഹായിച്ചതിനായിട്ട് നന്ദി പറയുന്നു. കടന്നു വന്ന ഫാമിലിയെ കർത്താവ് അനുഗ്രഹിക്കുമാറാണ്. ഓൺലൈനായിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും ഇരിപ്പെട്ട ദൈവദാസനെയും മാനിക്കുമാറാകണ കർത്താവെ. വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടുവോളും അവിടുത്തെ കൃപയിൽ മറയ്ക്കുമാറാകണം. എല്ലാ സ്തുതി സ്തോത്രം ബഹുമാനം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കേൾക്കുമാറാകണം.